നമസ്തേ. വേണ്ടപ്പോൾ മാത്രം സംസാരിക്കുകയും വേണ്ടത് മാത്രം സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് വാക്കുകൾ രത്നങ്ങൾ പോലെ അമൂല്യമാകുന്നത്. സ്വാഗതം രത്നശാസ്ത്രത്തിലേക്ക്. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞൊരു രത്നമുണ്ടായിരുന്നു, ആ ഗേറ്റ് എന്ന് പറയുന്ന ഒരു രത്നം. നമ്മൾ രത്നശാസ്ത്രയിൽ ഉടനീളം പ്രഷ്യസും അതുപോലെ സെമി പ്രഷ്യസ് ആയിട്ടുള്ള രത്നങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. നമ്മൾ ഓരോ എപ്പിസോഡുകളിലും രത്നങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് പ്രഷ്യസ് ആയിട്ടും സെമി പ്രഷ്യസ് ആയിട്ടുള്ള രത്നങ്ങൾ നമ്മൾ ഓരോ എപ്പിസോഡുകളിലും നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകളിലും അനേകം രത്നങ്ങൾ ഉണ്ട്. ബ്ലാക്ക് ഒബ്സിഡിയൻ പോലൊക്കെയുള്ള രത്നങ്ങൾ ഒക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കൂടുതലായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ് നിർത്തിയൊരു കാര്യമുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഹൗസിൻ്റെ ആ ഒരു പ്രാധാന്യം, അതായത് ഫസ്റ്റ് ഹൗസ് ആ 12 സോഡിയാക് സൈനുകളിലൊക്കെ വരുമ്പം എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അത് നമുക്ക് പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വെച്ചാൽ, നമുക്ക് മേടം മുതൽ 12 ഹൗസസ് ആണുള്ളത്, 12 സോഡിയാക് സൈൻസ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ റൈസിങ് സൈൻ, അസെൻഡന്റ്, ലഗ്നം, ഇങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഫസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, മൈസെൽഫ്, എൻ്റെ പാരമ്പര്യം, എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ്, ഞാൻ ആരാണ് എന്നുള്ളതൊക്കെ ഫസ്റ്റ് സൈനിൽ കൂടെയാണ് നമുക്ക് നമ്മുടെ ഒരു ക്യാരക്ടർ എന്തായിരിക്കാം മനസ്സിലാക്കുന്നത്. അതെ, ഇന്ന ലഗ്നത്തിൽ നിന്ന് ഇന്ന ക്യാരക്ടർ ആയിരിക്കും ബേസിക്കലി ഉള്ളത്. പിന്നെ ബാക്കി പല ജീവിതാനുഭവങ്ങളും ബാക്കിയുള്ള ഹൗസുകളിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് ആണല്ലോ നിൽക്കുന്നത്. അപ്പം നമുക്ക് 12 ഹൗസസും 12 സ്വഭാവവും അല്ല വരുന്നത്. ഒരു ഹൗസിൽ തന്നെ പല സ്വഭാവവിശേഷങ്ങളോട് വരുന്നത് പല പ്ലാനറ്റ്സും പല പൊസിഷനിൽ ഒക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽഡ് ചാർട്ടിൽ കൂടെ മാത്രമേ ഒരാളുടെ കാര്യത്തിനകത്ത് നമുക്കൊരു നിഗമനത്തിലെത്താൻ പറ്റത്തുള്ളൂ, ഒരു കൺക്ലൂഷൻ. ഇതിപ്പോൾ നമ്മൾ ജനറൽ ടച്ച് ചെയ്യാം. മേടം ലഗ്നം, അല്ലെ മേടം രാശി, സൈൻ ഓഫ് ഏറീസ് എന്ന് പറയുന്ന അത് എപ്രകാരം നമ്മുടെ ലഗ്നമായിട്ട് വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പം ചിന്തിക്കുന്നത്. ഇപ്പം പലരും നമ്മളെ ആൾക്കാർ, പ്രത്യേകിച്ച് മലയാളീസിൻ്റെ എല്ലാവരും നമ്മളുടെ നക്ഷത്രമാണ് ആദ്യം അവർ പറയുന്നത്. എൻ്റെ നക്ഷത്രം ഇന്ന നക്ഷത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അപ്പം നക്ഷത്രത്തെ കൊണ്ടും ഹൗസസിനെ കൊണ്ടും ഒക്കെ വേണമെങ്കിൽ ചെറിയ പ്രൊഡക്ഷൻസ് നടത്താമെങ്കിലും ലഗ്നം കൊണ്ടാണ് കൃത്യത വരത്തുള്ളൂ. ഫസ്റ്റ് ഹൗസ് ലഗ്നം, അതാണ് നമ്മുടെ റൈസിങ് സൈൻ എന്ന് പറയുന്നത്. ഈ ലഗ്നം നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നത്? ടൈം ഓഫ് ബർത്ത് കൊണ്ടാണ്. അവിടെയാണ് ഈ സമയത്തിൻ്റെ ഒരു പ്രാധാന്യം. അത് തന്നെ സമയത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ലഗ്നം നമ്മൾ കണക്കുകൂട്ടി പോകുന്നത്. സമയം മാത്രമാണ് അവിടുത്തെ ഒരു മുഖ്യ. അതെ, അപ്പം നമ്മുടെ ഉദയം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സപ്പോസ് 6 മണിക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ. മേടമാസത്തിലാണെങ്കിൽ 6 മണിക്ക്, മേടം 1-ാം തീയതി 6 മണിക്ക് സൂര്യൻ ഉദിക്കുന്നു, 6:30 ഒരു കുട്ടി ജനിക്കുന്നു വിചാരിക്കുക. അപ്പം മേടം ലഗ്നം തന്നെയായിരിക്കും ആ കുട്ടിക്ക് വരുന്നത്. അത് 6 to 8, 6 മണി മുതൽ 8 മണി വരെ ഏകദേശം ഈ മേട ലഗ്നത്തിൽ നിൽക്കും. പിന്നീട് അത് ഇടവ ലഗ്നം വരും, പിന്നെ കുറഞ്ഞ് അങ്ങനെയാണ് ഇത് പോകുന്നത്. പിന്നെ അത് കണക്ക് തൊട്ട് മീനം വരെയും വരാം. അപ്പം നമുക്ക് ആ ഒരു അതെ 24 മണിക്കൂർ അങ്ങ് പോവുകയാണ്. അവിടെ കവർ ചെയ്ത് പോവുക, ഒരു ഹോൾ ഡേ വന്നു. മനസ്സിലായില്ല? അപ്പം രാവിലെ 6:30 ജനിച്ചു. അപ്പം മേടലഗ്നമാണെങ്കിൽ വൈകുന്നേരം 6:30 അതിൻ്റെ നേരെ 7th ഹൗസിൽ വന്നത് ഓപ്പോസിറ്റ് വന്നു. അപ്പോൾ 7 മണിക്ക് തുലാം ലഗ്നമായിട്ട് മാറി. അവിടെ ലഗ്നം മാറി. അപ്പോൾ ലഗ്നം മാത്രം മാറിക്കൊണ്ടിരിക്കും. ബാക്കി അന്നത്തെ പ്ലാനറ്ററി പൊസിഷൻസ് എല്ലാം അതേപോലെ തന്നെ നിൽക്കും. അപ്പം മേടലഗ്നത്തെക്കുറിച്ച് പറഞ്ഞാൽ മേടലഗ്നം റൂൾ ചെയ്യുന്നത് ആരാണ്?
ചൊവ്വയാണ്. മേടലഗ്നത്തിൻ്റെ അധിപൻ, മേടലഗ്നം ആരുടെ ഹൗസാണെന്ന് ചോദിച്ചാൽ ചൊവ്വ അല്ലെങ്കിൽ മാഴ്സ് എന്നറിയപ്പെടുന്ന പ്ലാനറ്റിൻ്റെ ഹൗസാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മാഴ്സിൻ്റെ ക്യാരക്ടർ എന്താണ്. അപ്പോൾ മാഴ്സ് ഒരു ലൈറ്റ്നിങ് പ്ലാനറ്റാണ്, വളരെ അഗ്രസീവ് പ്ലാനറ്റാണ്, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്, എന്ത് കാര്യവും നടപ്പാക്കുന്ന ആളാണ്, ഒരു പടനായകനാണ്, കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പാക്കുക, രാജാവല്ല നടപ്പാക്കുന്നയാളാണ്, സഡൻ ആക്ഷനാണ്. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു രാജ്യത്തെ വേറൊരു രാജ്യം ആക്രമിച്ചാൽ രാജാവിനോട് ചോദിക്കാനൊന്നും പുള്ളി നിൽക്കത്തില്ല. ചൊവ്വ പുള്ളി അപ്പം തന്നെ ആക്ഷൻ എടുത്തിട്ട് പിന്നെ അറിയുള്ളൂ. അപ്പോൾ രാജാവിൻ്റെയും ആത്മവിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചൊവ്വ നിൽപ്പുണ്ടല്ലോ അവിടെ, ചൊവ്വ അത് അവൻ നോക്കിക്കോളും, രാജ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ ചൊവ്വയെ ഏൽപ്പിച്ചിരിക്കും. ഇതാണ് രാജാവിൻ്റെ സ്ഥിതി, മനസ്സിലായല്ലേ? അപ്പോൾ ഇതിനകത്ത് ശരിക്കും നമുക്ക് രാജാവിൻ്റെ സ്ഥിതി, രാജാവെന്ന് പറയുന്നത് ശരിക്കും സൂര്യൻ തന്നെയാണ്. അതിനകത്ത് സൂര്യൻ്റെ ഉച്ചരാശിയുമാണ് മേടം. ഇതെല്ലാം ഭയങ്കര ഇൻ്റർ കണക്റ്റഡാണ്. നമ്മളിതിനിങ്ങനെ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്താൽ ഒരുപാട് അങ്ങ് പോകും അത്. അപ്പോൾ നമുക്ക് ഈ മേടം രാശി വളരെ പവർഫുള്ളായിട്ടുള്ളൊരു രാശിയാണ്. ഈ മേടലഗ്നത്തിൽ ജനിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ജനറലി അവർ കുറച്ച് ധൈര്യമുള്ളവരും ഒരു പെട്ടെന്ന് നമുക്ക്, എനിക്ക് തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ ക്യാബിനിലേക്ക് കടന്നു വന്ന് എന്നെ വിഷ് ചെയ്യുന്ന രീതിയുണ്ട്. എനിക്ക് ഏകദേശം ഇയാൾ ഈ ലഗ്നക്കാരനായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവും. അതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ട് നമുക്കൊരു കാര്യങ്ങൾ മനസ്സിലാക്കി. ഒരു മേടലഗ്നക്കാരൻ ലഗ്നത്തിൽ ചൊവ്വയൊക്കെ നിൽക്കുന്നതാണ് സാർ എന്നാണ്ട് കണ്ട് കുറേ കാലമല്ല കണ്ടിട്ട് പറഞ്ഞ് പുള്ളി അങ്ങ് ഓപ്പണായിട്ട് അങ്ങ് സംസാരിക്കും, കയറി അങ്ങോട്ട് ആള് മിണ്ടിക്കോളും അല്ലേ, വീണ്ടും സംസാരിക്കും. അത് ചൊവ്വയുടെ ഒരു പ്രത്യേകത. ചൊവ്വ റിലേഷൻഷിപ്പും ഉണ്ടാക്കും, അടുത്ത് വെറുതെ ഇരിക്കുന്നില്ല പുള്ളി എപ്പോഴും വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനറ്റ് ആയതുകൊണ്ട് ആൾക്കാരുമായിട്ട് ഇടപെടും, പരിചയപ്പെടും, ആളറിയപ്പെടും, ആ നാട്ടിലാണെങ്കിലും അറിയപ്പെടും. അങ്ങനെ ഉള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിനകത്ത് ചിലപ്പോൾ കയറി ഇടപെട്ടെന്ന് വരും, മനസ്സിലല്ലേ? അപ്പോൾ ഇടപെടലിൻ്റെ ഒരു വ്യക്തി കൂടിയാണ് ഈ മേടം എന്ന് പറയുന്ന ഹൗസ്. അത് ചൊവ്വയാണ്. ആ ചൊവ്വയുടെ എല്ലാ സവിശേഷതകളും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഈ മേടലഗ്നക്കാർക്ക് ഉണ്ടാവും. അതായത് ഈ ചൊവ്വ ഇങ്ങനെ റൂൾ ചെയ്യുമ്പം ആൾ ഏത് മേഖലയിലാണെങ്കിലും ആളുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് ആളവിടെ ഉണ്ടാകും. ചൊവ്വ എപ്പോഴും ഈ മാർഷ്യൽ ആർട്സ്, സ്പോർട്സ്, പിന്നെ അതുപോലെ തന്നെ പോലീസ്, പട്ടാളം, പോലീസ്, മിലിറ്ററി എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത് എപ്പോഴും ചൊവ്വയാണ്. ചൊവ്വയുടെ നല്ല പൊസിഷൻ, ചൊവ്വ 10th ഹൗസ്. ഇപ്പോൾ ലഗ്നാധിപൻ മേടലഗ്നം 10ൽ ചൊവ്വയാണെന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും അയാൾ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ചുമതല വഹിക്കുന്ന ആളായിരിക്കും, ഒരു ഏരിയയുടെ ചുമതല വഹിക്കുന്നതായിരിക്കും. ഒരു മിലിറ്ററിയിലാണെങ്കിൽ നല്ലൊരു ഓഫീസറായിരിക്കും. കാരണം ചൊവ്വയുടെ ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് മകരമാണ്. ഇപ്പം മേടത്തിൻ്റെ 10th ഹൗസ് എന്ന് പറയുന്നത് മകരം ചൊവ്വയുടെ ഉച്ചത്തിലുള്ള ഹൗസാണ്. മേടം പുള്ളിയുടെ ഓൺ ക്ഷേത്രമാണെങ്കിൽ മറ്റേത് എക്സോൾട്ടഡ് പൊസിഷനാണ്. അപ്പം ഏറ്റവും നല്ലൊരു ഭരണാധികാരിയായിരിക്കാം ആൾ മാറാനുള്ള ഒരു സാധ്യത. അപ്പം മേടലഗ്നത്തിൽ നിൽക്കാൻ 10ൽ ചൊവ്വ നിൽക്കുന്നവർ എല്ലാവരും അതാകണമെന്നില്ല. ചിലർ നല്ല സർജൻസ് ആയിരിക്കും. അത് ഓരോ പ്ലാനറ്റിന്റെ അപ്പോൾ അതിനകത്ത് വേറെ ഏതൊക്കെ പ്ലാനറ്റുകളുടെ ഇൻഫ്ലുവൻസ് കൂടെ അതിനകത്ത് വരും. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ഇപ്പോൾ സംസാരിക്കാനായിട്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മേടലഗ്നത്തിൻ്റെ അധിപൻ ചൊവ്വ വരുമ്പോൾ സ്പോർട്സ്മാൻമാരെല്ലാവർക്കും ചൊവ്വയ്ക്കൊരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് റോൾ അവിടെ ഉണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞു മേടലഗ്നത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മേടലഗ്നക്കാർക്കെല്ലാം ഈ ചൊവ്വയുടെ രത്നം നമുക്ക് ഉപയോഗിക്കാമോ? നോ. എനിക്ക് തോന്നുന്നു ആ ഒരു ഡീറ്റെയിൽസ് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. മേടലഗ്നത്തിൽ ഉള്ള എല്ലാവർക്കും, അതായത് മേടത്തിൻ്റെ അധിപനായ ചൊവ്വയുടെ രത്നം ആയ റെഡ് കോറിൽ നമുക്ക് ഉപയോഗിക്കാമോ, ചുമന്ന പവിഴം നമുക്ക് ഉപയോഗിക്കാമോ എന്നുള്ളൊരു സംശയമാണ്. അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ ചാർട്ട് എപ്പോഴും കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. ലഗ്നാധിപൻ്റെ രത്നം ജനറലി എല്ലാവർക്കും
കൊടുക്കാറുണ്ട്. ഇപ്പം ഞാനൊരു ചാർട്ട് പറഞ്ഞാൽ മാത്രമേ അത് ക്ലിയറായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇതിനകത്ത് മേടലഗ്നമാണ്, 87-ലെ ഒരു ചാർട്ടാണ്. മേടലഗ്നമാണ്. സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്ന ഇടവത്തിൽ ചൊവ്വ നിൽക്കുക. അപ്പോൾ ലഗ്നാധിപൻ 2-ൽ നിൽക്കുന്ന വളരെ വിശേഷമാണ്. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ലഗ്നം ഞാൻ തന്നെയാണല്ലോ. അത് സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്നത് മണിയാണ്. അപ്പോൾ ഞാൻ തന്നെ എനിക്ക് ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുക, സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാക്കുന്ന ഒരാളായിരിക്കാം ഈ വ്യക്തി. പക്ഷേ ഇതിൻ്റെ 7th ഹൗസ് എന്ന് പറയുന്നത് ചന്ദ്രനാണ് നിൽക്കുന്നത്. ഈ ലഗ്നത്തിൻ്റെ 7th ഹൗസ് ചന്ദ്രൻ. ചന്ദ്രൻ്റെ 8th ഹൗസിൽ പോയി ചൊവ്വ. ഇപ്പോൾ ലഗ്നം കൊണ്ടും ചന്ദ്രനെ കൊണ്ടും നമ്മൾ സ്റ്റോൺസ് സജസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലഗ്നാലും ചന്ദ്രനാലും സ്റ്റോൺ മാച്ചിങ് ആണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അല്ലെങ്കിൽ സ്റ്റോൺ മാച്ചിങ് അല്ലെങ്കിൽ ഈ പ്ലാനറ്റ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ചന്ദ്രൻ്റെ 8-ൽ ചൊവ്വ വന്നു. ചൊവ്വ ദോഷം എന്നൊക്കെ പറയല്ലേ. അപ്പോൾ ചന്ദ്രൻ്റെ 8-ൽ ചൊവ്വ വരുമ്പം നമുക്ക് ഈ ചൊവ്വ അപകടകാരിയും കൂടെയാണ്. അപ്പോൾ ലഗ്നാധിപൻ 2-ൽ നിൽക്കുന്ന ഒരു പ്ലസ് പോയിൻറ്റിനേക്കാളും കൂടുതലും ഞാൻ കണക്കിലെടുക്കുന്നത് ചന്ദ്രാൽ 8-ൽ ചൊവ്വ നിൽക്കുന്നത് ഇയാൾക്ക് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ കോറിലങ്ങ് അവോയ്ഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ലഗ്നാധിപൻ്റെ കല്ല് കൊടുക്കാമോ ഇല്ലയോ? കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇയാൾക്ക് ഒരു അപകട ചാൻസസ് കൂടുതൽ. കാരണം ഇയാളൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള ആളൊക്കെ. ഇവിടെ ലഗ്നത്തിൽ സൂര്യനാണ് നിൽക്കുന്നത് ചൊവ്വ, സൂര്യൻ ലഗ്നത്തിൽ, മേടലഗ്നത്തിൽ സൂര്യൻ നിൽക്കുക. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇയാൾക്ക് പവർഫുള്ളാണെന്ന് മാത്രമല്ല, ഇയാൾക്ക് ഈ ചൊവ്വയും ഇവിടെ ലഗ്നവും കൂടെ ആയതുകൊണ്ട് പുള്ളി പെട്ടെന്ന് എടുത്ത് ചാടിയെല്ലാം ചെയ്യും. വണ്ടിയൊക്കെ ഓടിക്കണേ ഭയങ്കര സ്പീഡിൽ ഓടിക്കുക ഉണ്ടല്ലോ ചിലർ. അപ്പോൾ അപകടം റിസ്ക് എടുക്കുന്നയാൾ. അപ്പോൾ റിസ്ക് എടുക്കുന്ന ആൾക്ക് ഈ ചൊവ്വയുടെ കോറിൽ ഇവിടെ കൊടുക്കാൻ വകുപ്പില്ല. പുള്ളിക്ക് ഓവർ കോൺഫിഡൻസ് വരും. അല്ല, അപകട ചാൻസസ് 8-ലെ ചൊവ്വ എപ്പോഴും അപകടകാരിയാണ്. സഡൻ ആക്ഷൻ എടുക്കും. സഡൻ ആക്ഷൻ എടുക്കും. സഡൻ ഡെത്ത് 8-ലെ ചൊവ്വ. ഇതെല്ലാം വരുത്തുന്നത് കൊണ്ട് ചൊവ്വയുടെ പവിടം നമ്മളിവിടെ കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ ചിലപ്പം ഒന്നുകൂടെ ട്രിഗറായിട്ട് മാറും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഇപ്പോൾ ഈ ചാർട്ടിനെ കുറിച്ചുകൂടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. ലഗ്നത്തിൽ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നു. അപ്പോൾ റൂളിംഗ് പവർ, റൂളർ എന്നുള്ള ലെവലിലാണ് സൂര്യൻ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് സൂര്യൻ ശരിക്കും നമുക്ക് ഇത് എക്സോൾട്ടഡ് ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഈ മേടലഗ്നത്തിൽ നിന്നാൽ മാത്രം സൂര്യൻ ഉച്ചത്തിലാന്ന് പറയാൻ പറ്റില്ല. ഡിഗ്രിയിൽ അതൊരു 19 ഡിഗ്രിയിലൊക്കെ നിൽക്കണം. അശ്വതി നക്ഷത്രത്തിൽ നിൽക്കുകയൊക്കെ ചെയ്താൽ അത് എക്സോൾട്ടഡ് പൊസിഷനാണ്. അതപ്പോൾ ആ എക്സോൾഷൻ നന്നായിട്ട് വന്നു. ആ ചാർട്ടിൽ വന്നപ്പോൾ റൂളിംഗ് പവറുള്ള ഒരു ചാർട്ടായിട്ട് ആണ് ഇത് നമുക്ക് ചെയ്യാൻ. പക്ഷേ ഇയാൾ വളരെ പവർഫുള്ളായിട്ടുള്ള ജോലിയിലുള്ള ആളായിരിക്കും. കാരണം ഇയാളുടെ ഈ മേടലഗ്നത്തിൻ്റെ 10th ഹൗസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മകരമാണ്. 10th ഹൗസ് അത് ശനിയുടെ ഹൗസാണ്. മകരവും കുംഭവും 2 ഹൗസുകൾ ശനിയാണ് കൈകാര്യം ചെയ്യുന്നത്. മേടവും വൃശ്ചികവും 2 ഹൗസുകൾ കൈകാര്യം ചെയ്യുന്ന ചൊവ്വയാണ്. ധനുവും മീനവും 2 ഹൗസുകൾ കൈകാര്യം ചെയ്യുന്നത് വ്യാഴമാണ്. ഇടവവും തുലാം 2 ഹൗസുകൾ കൈകാര്യം ചെയ്യുന്നത് ശുക്രനാണ്. അതുപോലെ തന്നെ മിഥുനവും മിഥുനവും കന്നിയും ഈ 2 കൈകാര്യം ചെയ്യുന്നത് ബുധനാണ്. അപ്പോൾ ശരിക്കും സൂര്യചന്ദ്രന്മാരെന്ന് പറഞ്ഞാൽ ചിങ്ങവും അത് കർക്കിടകവുമാണ്. ചിങ്ങം സൂര്യൻ്റെ ഹൗസാണ്. കർക്കിടകം ചന്ദ്രൻ്റെ ഹൗസാണ്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ സൂര്യചന്ദ്രന്മാർ അവർക്കൊരു ഇമ്പോർട്ടൻസും ഉണ്ട്. അവർ ഈ ഹൗസസ് എല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുക. ബാക്കി ഹൗസുകൾ ഡിവൈഡ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ മകരം കുംഭം 2 ഹൗസുകൾ ശനിയുടെ ഹൗസായി. അപ്പോൾ ഈ മേടലഗ്നക്കാരൻ്റെ കർമ്മരംഗം കൈകാര്യം ചെയ്യുന്നത് ശനിയാണ്. ഈ ചാർട്ടിലൊരു പ്രശ്നമുണ്ട്. ഈ ശനി പോയി 8th ഹൗസിൽ വൃശ്ചികത്തിൽ പോയി നിൽക്കുക. അപ്പം 2-ലെ ചൊവ്വയും ശനിയും തമ്മിൽ പരസ്പരം ദൃഷ്ടി വന്നു.
അപ്പോൾ കർമ്മരംഗത്ത് പുള്ളിക്ക് എപ്പോഴും ചെറിയ ചെറിയ ടർബുലൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ആളായിരിക്കും. ചൊവ്വ ശനി ബന്ധം പുള്ളിയുടെ കർമ്മരംഗത്ത് വന്നു, പുള്ളിയുടെ നാവ് സ്ഥാനത്ത് വന്നു, ഇവിടെ സെക്കൻഡ് ഹൗസിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ലോയറോ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ചാർട്ടാണിത്. അത് വന്നാൽ പുള്ളിയുടെ കറക്റ്റാണ്. പുള്ളിയുടെ സെക്കൻഡ് ഹൗസിലെ ചൊവ്വയും 8th ഹൗസ് നിൽക്കുന്ന ശനി തമ്മിൽ പരസ്പരം എല്ലാ ഗ്രഹങ്ങൾക്കും 7th ഹൗസിലേക്ക് അവർ പരസ്പരം നോക്കിയാണ് നിൽക്കുന്നത്. ദൃഷ്ടിയുണ്ട്. 7 നിൽക്കുന്ന ഗ്രഹവും 7 സ്ഥിതി ചെയ്യുന്ന ഗ്രഹവും 7ലേക്ക് ദൃഷ്ടിയുണ്ട്, പരസ്പര ദൃഷ്ടിയാണ്. ഇപ്പോൾ ചൊവ്വയ്ക്ക് ശനിയും ശനിക്ക് ചൊവ്വയും ദൃഷ്ടി വന്നു. അപ്പോഴും നമുക്ക് അഗ്നിമാരുതി യോഗം വന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്ക് നമുക്കിപ്പം ചൊവ്വയുടെ രത്നം ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്ക് നമുക്ക് സൂര്യൻ വളരെ എക്സോൾട്ടഡാണ് ഇവിടെ, എന്ന് വെച്ചാൽ ഉച്ചത്തിൽ നിൽക്കുകയാണ്. ഉച്ചസ്ഥിതി വന്നു ആ മേടത്തിൽ തന്നെ, വളരെ ഉച്ചസ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ റൂബിയും വേണ്ട, റൂബിയും നമുക്ക് ബോഡി ഹീറ്റ് ഉണ്ടാക്കും. ഇതൊക്കെ ഒരു ഗാർനെറ്റ് എന്ന് പറയുന്ന രത്നത്തിലേക്ക്. അതായത് എനിക്ക് തോന്നുന്നു ആൾക്ക് റൂബിയും കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡി ഹീറ്റ് പിന്നെയും കൂടും, ആൾ വീണ്ടും അഗ്രസീവ് ആവും. മനസ്സിലായല്ലേ? അപ്പോൾ അതും വേണ്ടല്ലോ. നമുക്ക് എവരിത്തിങ് എക്സസ് ഇൻ ലൈഫ് ഈസ് പോയ്സൺ എന്ന് പറഞ്ഞ പോലെ നമുക്കത് കൊള്ളത്തില്ല. അപ്പോൾ നമുക്ക് ഇത് സൂര്യൻ്റെ സെമി പ്രീഷ്യസ് സ്റ്റോണ്, ഒരു കല്ല് പുള്ളിക്ക് കൊടുക്കാം. ഗാർനെറ്റ് എന്ന് പറയുന്ന കല്ല് ഇട്ടാൽ അദ്ദേഹത്തിന് കുറച്ചും കൂടെ സ്മൂത്ത്നെസ് കിട്ടും. സൂര്യൻ്റെ ആ ഒരു മറ്റു തരത്തിലുള്ള ബോഡി ഹീറ്റോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് റൂബി ധരിക്കുന്ന പോലെ ഉണ്ടാവത്തില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു രത്നത്തിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ പറഞ്ഞു വന്നത് വളരെ മേടലഗ്നം, ആ ലഗ്നത്തിൻ്റെ അധിപൻ ആയ ചൊവ്വയുടെ രത്നം അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സൂര്യൻ എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുന്നു, അതിൻ്റെ രത്നം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല. പകരം സൂര്യൻ്റെ അല്ലെങ്കിൽ സണ്ണിൻ്റെ ഒരു ഉപരത്നമായ ഒരു ഗാർനെറ്റ് ആണ് സാർ അവിടെ സജസ്റ്റ് ചെയ്യുന്നത്. കണ്ടാൽ ശരിക്കും ഗോമേതകം എന്ന് പറയുന്ന കല്ല് പോലെ ഇരിക്കും കണ്ടാൽ. പക്ഷേ അത് നമുക്ക് തിരിച്ചറിയണം. നമ്മുടെ ടോർച്ച് അടിച്ചാൽ മതി, മൊബൈലിലെ ടോർച്ച് അടിച്ചാലും മതി, ചുമന്നിരിക്കും അത്. മറ്റേത് ബ്രൗണിഷ് ആണെങ്കിൽ ഇത് ഗാർനെറ്റ് ചുമന്നായിരിക്കുന്നത്. അതാണ് ഗാർനെറ്റിൻ്റെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു മെത്തേഡതാണ്. അപ്പം ഈ ഗാർനെറ്റ് ഉപയോഗിക്കുമ്പം സാറ് പറഞ്ഞ ആ ഒരു റൂബി ഉപയോഗിച്ചാലുണ്ടാകുന്ന ആ ഒരു എഫക്റ്റുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ? കുറയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മൾ തൈര് കഴിക്കുന്ന പോലെയും മോര് കുടിക്കുന്ന പോലെയാണ്, രണ്ടും ഉണ്ട്. പക്ഷെ എന്നാലും മോര് കുറച്ചും കൂടെ മൈൽഡായിട്ട് ആണിത്. തൈര് നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ തൈരെടുത്ത് കഴിച്ചാൽ ചിലപ്പം നമ്മൾ വിവരം അറിയും എന്ന് പറഞ്ഞതുപോലെ മോര് കുടിക്കാൻ പറയുന്നുണ്ടല്ലോ, ആയുർവേദത്തിലും പറയുന്നുണ്ട് മോര് ഉപയോഗിക്കാനായിട്ടാണ് പറയുന്നത്, തൈരല്ല പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഇതെല്ലാമായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽപ്പെട്ട കാര്യങ്ങളായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് തന്നെ ഇത് പഠിക്കുകയും സജസ്റ്റ് ചെയ്യുകയും ചെയ്താലേ ഇത് കുറച്ചുകൂടെ ഗുണകരമായിട്ട് വരത്തുള്ളൂ. ഇവിടെയാണ് ഞാൻ ഓർക്കുന്നത്, നമ്മൾ മുമ്പുള്ളൊരു എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, രോഗം നമ്മൾ കൃത്യമായിട്ട് നിർണ്ണയിച്ചു പക്ഷെ മരുന്ന് മാറിപ്പോകുന്ന അവിടെയാണ് പലർക്കും പ്രോബ്ലംസ് വരുന്നത്. പിന്നെ രത്നങ്ങൾ നമ്മൾ എഫക്റ്റിലോട്ട് വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 3 to 6 months ടൈമെങ്കിലും കൊടുക്കണം. ഒരു രത്നം അത് തന്നെ ആ ഒരു സമയം നമ്മൾ കൊടുക്കണം. അത് ആ സമയം നമുക്ക് കൊടുക്കണം. ഇപ്പോൾ രക്തം ധരിച്ച് പിറ്റേ ദിവസം വീണു, ഇതൊന്നും നമുക്ക് പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അയാൾക്ക് ഒരു വളരെ മേജർ ഒരു ആക്സിഡൻറ്റിൽ നിന്നായിരിക്കും വളരെ രക്ഷപ്പെട്ടിരിക്കുന്നത്. കൃത്യമായി രക്തനിർണയം ചെയ്തിട്ട് കൊടുക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ടൈം ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊണ്ടുവരുന്ന ആൾക്ക് ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന രത്നത്തിന് ഒരിക്കലും ഒരു ദോഷഫലം ഉണ്ടാവില്ല. ഗുണഫലങ്ങൾ പതുക്കെ ആയിരിക്കും, പതുക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രീത്തിങ് എക്സസൈസും ഫിസിക്കൽ എക്സസൈസും ഒക്കെ ചെയ്യുന്നതനുസരിച്ച് ദിവസവും ചെയ്ത് ഇതിനകത്ത് നമ്മൾ ഒരു ഉസ്താദായിട്ട് മാറും എന്ന് പറഞ്ഞ പോലെ ഉപയോഗത്തിലെ ഇത് നമ്മുടെ ബോഡിയിൽ പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടാവുള്ളൂ.
ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ ചാർട്ടിൽ സാർ പറയുകയുണ്ടായി മേടലഗ്നമാണ്, മേടലഗ്നത്തിൽ സൂര്യൻ്റെ പൊസിഷൻ ഉച്ചത്തിലാണെന്ന് സാറ് പറഞ്ഞു. ഇപ്പം ഈ സൂര്യൻ അവിടെ വളരെ വീക്കായാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ മേടലഗ്നത്തിൻ്റെ ഫലം കുറയും. ആള് ഈ പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തി നേരെ കുറച്ച് പകുതി 50-ിലോട്ട് പോകും, 50% കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മേടലഗ്നം അല്ലേ, ഓ ആൾ ഭയങ്കര ഇതാണ് എന്ന് പറയരുത്. എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്ന പൊസിഷൻ നമ്മൾ നോക്കണം. ഈ മേടലഗ്നത്തിൻ്റെ 7th ഹൗസ് എന്ന് പറയുന്നത്, മേടൻ രാശിയുടെ 7th ഹൗസ് എന്ന് പറയുന്നത് തുലാം രാശിയാണ്. മേടൻ രാശിയിലാണ് സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നത്, എക്സോൾട്ടഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്നത് സൂര്യൻ്റെ ഉച്ചരാശിയാണ് മേടം. ഈ എല്ലാ ഗ്രഹങ്ങളുടെ ഉച്ചരാശിയുടെ 7th രാശി നീചമാണ്. അതൊരു ബേസിക് നിയമം അത്. അപ്പം 7th ഹൗസിൽ മേടം ലഗ്നം ഒരാൾ, പക്ഷെ 7th ഹൗസിൽ സൂര്യൻ നീചപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 50% ഗുണം പോയി. കാരണം റെഡ് എനർജി തരുന്ന 2 ഗ്രഹങ്ങളാണ്, ചൊവ്വയും സൂര്യനുമാണ്. അതിൽ ചൊവ്വയ്ക്ക് ബലമുണ്ട്, പക്ഷെ സൂര്യന് മൈനസിൽ പോയി. അപ്പോൾ 50-50 പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുലാമാസത്തിലൊക്കെ ജനിച്ച അത് ഡെബിലിറ്റേഷൻ നന്നായിട്ട് വന്നിരിക്കുന്ന ചാർട്ടുകാർക്കാണെങ്കിൽ ഈ ഫലം കിട്ടത്തില്ല. സാർ ഞാനും മേടലഗ്നമാണല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ, മറ്റേ പുള്ളി നല്ല പൊസിഷനിലാണ്, ഞങ്ങൾ ഒരുമിച്ച് ജോലിക്ക് കയറിയതാണ്, അപ്പോൾ അയാൾ ജനറൽ മാനേജറായിട്ട് മാറി, ഞാനിപ്പോഴും പഴയ ടൈപ്പിസ്റ്റായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഓരോ ഗ്രഹനിലകളും നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ള ഓരോ സബ്ജക്റ്റുകളാണ്. ഇതിനകത്ത് എല്ലാ എഴുതി ചേർത്തിട്ടുണ്ടത്. പിന്നെ അത് നന്നാക്കാനും നന്നായി കൊണ്ടുവരാനും നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടാണ് ഇതിനകത്ത് എല്ലാവരും പറയുന്നത്, എല്ലാ ആചാര്യന്മാരും പറയുന്നത് ഇത് നന്നാക്കുക നീ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് സൂര്യനും എക്സോൾട്ടഡായി ചൊവ്വ നല്ല പൊസിഷനിലും വന്നാൽ ആളുടെ കഥയെല്ലാം മാറി. ആൾ വളരെ വളരെ ആക്റ്റീവായി ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് വന്നു. നാട്ടിലെ സകല കാര്യങ്ങളിനകത്തും ആൾ ഇടപെടും. അതിനകത്തും ബാക്കി ഗ്രഹങ്ങളൊക്കെ നല്ല പൊസിഷനിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പം മേടലഗ്നം എന്ന് പറഞ്ഞാലും ഈ മേടലഗ്നത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടണമെങ്കിൽ ബാക്കി പല പ്ലാനറ്റ്സും നല്ലവണ്ണം സപ്പോർട്ടീവായിട്ട് വരണം ആ ചാർട്ടിൽ. മേടലഗ്നവും ചൊവ്വ നല്ലതുകൊണ്ട് ബാക്കി എല്ലാ ഗ്രഹങ്ങളും റോങ് പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ആൾക്കെപ്പോഴും ഒരു സ്ട്രെയിൻ ആൻഡ് സ്ട്രഗിൾഡ് ലൈഫായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ആ കാര്യങ്ങളെ പറ്റി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ലഗ്നം മാത്രം നോക്കി ഒരു രത്നധാരണത്തിലേക്ക് പോകുന്നതിലുള്ള അപകടങ്ങൾ നമ്മൾ ഈ ഒരു ചാർട്ടിലൂടെ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനായിട്ട് സാധിച്ചു. ലഗ്നം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മളൊരു രത്നധാരണത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരവായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. ലഗ്നം കൊണ്ടും ചന്ദ്രനെ കൊണ്ടും നമ്മളതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ലഗ്നം കൊണ്ടും ചന്ദ്രനെ കൊണ്ടും 8th ഹൗസിൽ ചൊവ്വ നിന്നാൽ വളരെ കെയർഫുള്ളായിരിക്കണം നമ്മൾ സ്റ്റോൺ കൊടുക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞത് അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എനിക്ക് തോന്നണേ ആ ഒരു ചന്ദ്രനുണ്ടാകുന്ന അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഒരു റോങ് പ്ലേസ്മെൻറ്റ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാലുണ്ടാകുന്ന ആ എഫക്റ്റുകളെക്കുറിച്ചും നമുക്ക് വരുന്ന ഒരു എപ്പിസോഡിൽ എപ്പിസോഡിലത് പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. നമസ്തേ.